ഞങ്ങൾ ചിക്ക്മംഗ്ലൂരിൽ പോവുകയാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നാളെ ഞങ്ങൾക്ക് 6 മണിക്ക് 6:30ക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്, എവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ആൻഡ് പാക്കിങ് ഇതുവരായിട്ടില്ല. ആസ് യൂഷ്വൽ 10 മണിയായിട്ടാണ് സമയം. 10 മണിയായി, പാക്കിങ് ഇതുവരെ ആയിട്ടില്ല. ഞാനാണെങ്കിൽ ഓവർ പാക്കറാണ്, കുറേ സാധനങ്ങൾ കുത്തി നിറയ്ക്കും. അപ്പോൾ ഇപ്പോഴും ഓരോന്നൊക്കെ എത്ര ജോഡി വെക്കണം, ഡ്രസ്സ് കുറച്ച് എക്സ്ട്രാ വെക്കട്ടെ, കുറച്ച് അത് വെക്കട്ടെ, ഇത് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. പക്ഷേ കൺട്രോൾ ചെയ്യണം. ഏട്ടൻ പറഞ്ഞു അധികം പാക്ക് ചെയ്യരുത്, ആവശ്യമുള്ള സാധനം മാത്രം പാക്ക് ചെയ്യാൻ. ഇനി ആവശ്യമുള്ള സാധനം വെച്ച് എന്താ, എനിക്ക് എല്ലാം ആവശ്യം വരും. വാട്ട് ഈഫ് എന്ന് പറഞ്ഞിട്ടും ആവശ്യങ്ങൾ വന്നാലോ ഞാൻ പാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അറിയില്ല, ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ, ഉറക്കം വരുന്നുണ്ട്. ട്രാവലിങ്ങിൽ എനിക്ക് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്, പക്ഷെ 2 സാധനം മാത്രം എനിക്ക് ഇഷ്ടമല്ല. ഫസ്റ്റ് പാക്കിങ്, രണ്ടാമത്തത് ജേർണി. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ജേർണി നല്ല രസമായിരിക്കും. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ജേർണിയാണ് കൂടുതലും നല്ല രസം, നല്ല ഫൺ. ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ ജേർണിയാണ്. പക്ഷെ നേരത്തെ എണീക്കണം, റെഡി ആവണം. ഞാൻ വേഗം പാക്ക് ചെയ്തിട്ട് കേട്ടോ. ഞങ്ങളപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. ഞങ്ങൾ ലേക്കിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനായിരുന്നു. സിറ്റിയുടെ ഉള്ളിലേക്കാണ് ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. മുടിക്ക് ഫുഡ് ഇഷ്ടമായ? ഭക്ഷണം നല്ല അടിപൊളിയായിരുന്നു. ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ? പേര് ഓർമ്മയില്ല, പേര് ശ്രദ്ധിച്ചെന്നില്ല, അറിയില്ല പേര്. പക്ഷെ നല്ല മട്ടൻ നല്ല രസമുണ്ടായിരുന്ന. ഞങ്ങൾ ലേക്കാണ് കാണാൻ പോയത്. ഇപ്പൊ ലേക്ക് കാണാൻ പോണ വഴിയൊക്കെ അത്ര നല്ല റോഡൊന്നല്ല, അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡൊന്നല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഭംഗി ഉണ്ടാവോ കാണാൻ, അത്രയും ഇതൊക്കെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ പോണത്, അപ്പൊ അതിന് വേദിയാണോ അങ്ങനെയൊക്കെ. അവിടെ എത്തിയപ്പോഴും പിള്ളേര് പറഞ്ഞു ഇതെന്തത് എന്നൊക്കെ. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് അവിടെ പോയപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി. ലേട്ടാ ഇഷ്ടായ? എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു. നല്ല സീനറി, പിന്നെ നല്ല വൃത്തിയിലെ ലേക്ക്. ആ ലേക്കിന്റെ പേരെന്താട്ടാ? അയ്യനക്കെരെ, അതാണ് ലേക്കിന്റെ പേര്. അയ്യനക്കെരയാണ് ലേക്കിന്റെ പേര്. അപ്പൊ അടിപൊളി ലേക്ക്, നല്ല പീസ്ഫുൾ, നല്ല സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അധികം ആൾക്കാരൊന്നും പോണ്ട് കണ്ടില്ല, അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ടൂറിസ്റ്റ് സ്പോട്ട്. പക്ഷെ ഗൂഗിളിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അല്ലെ, അത് ഗൂഗിളിലൊക്കെ നല്ല റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ പോയപ്പോ ഒന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പറയുമ്പോ ഇത് മുടക്ക ദിവസങ്ങളാണല്ലോ ഗണേശ ചതുർത്ഥിയുടെ. ശരിക്ക് നല്ല തിരക്ക് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് സുഖമായിട്ട് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി, ഫോട്ടോസും എടുക്കാൻ പറ്റി അങ്ങനെ. അപ്പം ഞങ്ങൾ എന്നിട്ട് ലേക്കിൻ്റെ അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നതും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു.
അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. സക്സസ്ഫുള്ളി ഡേ 1 കംപ്ലീറ്റ് ആയി. ഇനി നാളെ നോക്കാം. അതാണ് നമ്മൾ ആദ്യമേ ഇവിടെ പിള്ളേർക്ക് അതിന് സ്വിമ്മിങ് പൂളിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത്. വേറെ കറങ്ങാൻ പോയാലും കുഴപ്പമില്ല, അവർക്ക് സ്വിമ്മിങ് പൂളിൽ പോയാൽ മതി. ഇത്രയും ദൂരം ബാംഗ്ലൂരിനും ചിക്മംഗ്ലൂരിൽ ഇത്രയും ദൂരം വന്നിട്ട് പിള്ളേർക്ക് വേണ്ടത് സ്വിമ്മിങ് പൂളാണ്. അങ്ങനെ അപ്പൊ നമുക്ക് നാളെ കാണാം. കൊറിയൻകാരല്ല കൊരങ്ങന്മാരെ മുത്ത